ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിനെ പറ്റിയുള്ള ഒരു വിശദമായ വിവരം എനിക്കില്ല. ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തപ്പോൾ മാത്രമാണ് ഞാനത് ശ്രദ്ധിച്ചത്. അത്ര വലിയ സംഭവവികാസങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ശരി. അവിടെ തുടർച്ചയായി ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 4ാം തവണയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അവർ നേരത്തെ പറഞ്ഞതായ, അതായത് 30% സംവരണം എന്നത് പ്രക്ഷോഭത്തെ തുടർന്ന് 5% ചുരുക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഭരണപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ വികാരത്തിനും അവരുടെ ആ ആശാഭിലാഷങ്ങൾക്കും അനുസരിച്ച് ഉയരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഹസീനക്ക്. പക്ഷേ 4 തവണയും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വസ്തുത നമുക്ക് ചാടിക്കിടക്കാൻ കഴിയില്ല. ഇത്രയൊക്കെ പരാജയമായിട്ടും വീണ്ടും കഴിഞ്ഞ ജനുവരിയിലാണ് തിരഞ്ഞെടുപ്പാണത്. അവരെങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു ചോദ്യം. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ഒരു രാഷ്ട്രം, നമ്മുടെ ഈ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രമീമാംസയുടെ തത്വങ്ങളനുസരിച്ച് നിലവിൽ വരണമെങ്കിൽ ഒരു കൃത്യമായ ഒരു അതിര്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സോവറൈറ്റി ഉള്ളതായ ഒരു ജനവിഭാഗം, ഇതുകൊണ്ട് മാത്രം ഒരു രാജ്യം ആവില്ല. ഈ പൊളിറ്റിക്കൽ സയൻസിലെ നിർവചനം എന്ത് തന്നെ ആയാലും കൃത്യമായ ഒരു സംസ്കാരത്തോടുള്ള ഒരു അഭിനിവേശം. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഇന്ത്യയുടെ ഭാഗമായ പശ്ചിമ ബംഗാൾ, അതിനേക്കാൾ വ്യത്യസ്തമായി എന്താ അവർക്കുള്ളത്? ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞാണല്ലോ ഉണ്ടാക്കിയത്. എന്ത് ഇസ്ലാമിക പ്രതിബദ്ധത അവർ കാണിക്കുന്നത്? ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു സാമൂഹ്യ നീതി നടപ്പാക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹോദര്യം, മറ്റുള്ളവരോടുള്ള ഗുണകാംക്ഷ, പിന്നെ പാവങ്ങളോടുള്ള കരുണ, ഇത്തരത്തിലുള്ള യാതൊന്നും നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കേട്ടിട്ടില്ല, ഒരിക്കലും കേട്ടിട്ടില്ല. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങളുടെ പാദസേവ നടത്തി അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ലഭിക്കുന്നതായ ആ പിച്ചപാത്രം, അതല്ലാതെ പല പ്രകൃതിപരമായ ഒരുപാട് പോരായ്മകൾ അവർക്കുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നിരന്തരമായി അവർ വേട്ടയാടുന്നുണ്ട്. അത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ചോദിക്കാനുള്ളത്, പറയുന്നതായ 2006 GDP $71 ബില്യൺ ആയിരുന്നു ബംഗ്ലാദേശിൻ്റേത്. 2022 ആകുമ്പോൾ $460 ബില്യൺ ഉയർന്നു. ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേഷ്യയിലെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറി. ആവശ്യത്തിന് ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി നടത്തുന്ന രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി. സാമൂഹിക സുരക്ഷാ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടായി. രാജ്യത്ത് 98% പെൺകുട്ടികളും വിദ്യാഭ്യാസം നേടുന്നു. മാത്രമല്ല വലിയ കമ്പനികൾ നിക്ഷേപവുമായി അവിടേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോഴും ദരിദ്രമാണെന്ന്, ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശത്തെ എങ്ങനെ അങ്ങേക്ക് പറയാൻ കഴിയുന്നു? അതായത് താങ്കൾ ഈ പറഞ്ഞ വസ്തുത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. ഞാനവിടെ കുറേ കാലം ജോലി ചെയ്തതാണ്. അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലി, അതോടൊപ്പം ഏറ്റവും കുറഞ്ഞ കൂലി, നാണയത്തിന് വിലയില്ല. ചെറിയ സംഖ്യ കൊടുത്താൽ നമുക്ക് ഇന്ത്യക്കാരന് 100 റിയാൽ കൊടുത്താൽ അവന് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 210 220 റിയാലാക്കി ഉറുപ്പിയാക്കി മാറ്റാനേ കഴിയുള്ളൂ. ഇവനത് 2000 ചിലരാക്കി മാറ്റാൻ കഴിയും. നാണ്യത്തിന് വില ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. താങ്കൾ ഈ പറഞ്ഞ വസ്തുതകൾ പ്രായോഗികമായിട്ട് അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതിന് ആ ഒറ്റ ഉദാഹരണം മതി, നാണയത്തിന് വിലയില്ല എന്നുള്ളത്. അപ്പോൾ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതായ ആയിരക്കണക്കിന് ബംഗാളികൾ എന്തെങ്കിലും ചെറിയ മോശമായ ഒരു പണി ചെയ്യാണ്ടുണ്ടെങ്കിൽ ബംഗാളിനെ വിളിച്ചോളൂ. ഇവിടുത്തെ മാതിരി തന്നെ കേരളത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കാൻ ബംഗാളിനെ വിളിക്കുന്നതാണല്ലോ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല വിളിക്കുന്നത്. ആ രീതിയിൽ കണ്ടമാനം ഈ ഗൾഫ് മേഖലയിൽ, ഗൾഫ് അങ്ങാടികളിൽ നിരങ്ങിക്കഴിയുന്ന ഒരു കൂട്ടരായിട്ടാണ് അടുത്ത കാലം വരെ. പുതുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ഈ താങ്കൾ പറഞ്ഞ രീതിയിലുള്ളതായ ആ സമ്പുഷ്ടത പ്രായോഗികമായി അവിടെ നടപ്പാക്കപ്പെടുന്നില്ല. ചില കുത്തകകളുടെ, അതിൽ ഇന്ത്യൻ കമ്പനികൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചില കുത്തക കമ്പനികളും മുതലാളിമാരും അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ കൊള്ളയടിക്കുന്നു എന്ന വസ്തുത ഒരു സ്വകാര്യമായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ.